കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതത്തെ പോലെയാണ് നെതന്യാഹു. ട്രംപ് തുറന്നുവിട്ട ഭൂതം. ഇപ്പോൾ ട്രംപിന് പോലും ഈ ഭൂതത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ട്രംപിന്റെ നേതൃത്വത്തിൽ ഇറാൻ യുദ്ധം വെടിനിർത്തലിലായിരിക്കുമ്പോഴും നെതന്യാഹു ആക്രമിച്ചു. ട്രംപ് വിലക്കിയിട്ടും ലബനനിൽ ആക്രമണം നടത്തി. ഇങ്ങനെ നെതന്യാഹു ട്രംപിന് പോലും വലിയ ബാധ്യതയായി മാറിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചു. തിരിച്ചടിക്കരുതെന്ന് ട്രംപ് പറഞ്ഞു. ട്രംപിനെ ധിക്കരിച്ച് നെതന്യാഹു ഇറാനെ ആക്രമിച്ചു. ഇതൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രയേൽ തിരിച്ചടിച്ചതോടെ ഇറാൻ ആക്രമണം കടുപ്പിക്കാൻ തുടങ്ങി. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം ഇതോടെ ആശങ്കയിലാണ്. യുദ്ധത്തിൽ മേഘങ്ങൾ വീണ്ടും മിഡിൽ ഈസ്റ്റിൽ ഉരുണ്ടുകൂടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചിരുന്നു. ഇറാൻ ആക്രമിക്കരുതെന്നാണ് ട്രംപ് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ട്രംപിന്റെ വാക്കുകൾ നെതന്യാഹു ചെവിക്കൊണ്ടില്ല. എന്നു മാത്രമല്ല, ഇറാനെതിരെ ആക്രമണവുമായി ട്രംപ് മുന്നോട്ട് പോവുകയും ചെയ്തു. അതിനിടയിൽ അല്പം ആശ്വാസം നൽകുന്ന വാർത്ത വരുന്നു. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന് താൽക്കാലിക വിരാമം എന്ന റിപ്പോർട്ടാണ് വരുന്നത്. ഇറാനും ഇസ്രയേലും വെടിനിർത്തലിലേക്ക് കടക്കുന്നതായി US പ്രസിഡന്റ് ട്രംപ് അറിയിച്ചു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ വെളിപ്പെടുത്തൽ. ബീബി സൂക്ഷിക്കണം, എന്റെ പിന്തുണ പോലും കിട്ടില്ല, നീ ഒറ്റയ്ക്കാവുമെന്ന് നെതന്യാഹുവിനോട് പറഞ്ഞതായി ട്രംപ് വെളിപ്പെടുത്തി. പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും ആക്രമണം നിർത്തിവെക്കുന്നതിനായി പ്രഖ്യാപനം നടത്തിയത്. സൈനിക നടപടി നിർത്തിവെക്കുന്നതായി ഇറാൻ പ്രഖ്യാപിച്ചു. തുടർന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സമാന പ്രഖ്യാപനം നടത്തി. ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രയേൽ ആക്രമണം തുടരുന്നതിന് തിരിച്ചടി എന്നോണമാണ് ഇറാൻ ഇസ്രയേലിനെതിരെ ഞായറാഴ്ച ആക്രമണം കടുപ്പിച്ചത്. ഇതിന് പിന്നാലെ ഇസ്രയേൽ തിരിച്ചടിക്കുകയായിരുന്നു. തിങ്കളാഴ്ച ആക്രമണം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ച ഇറാൻ ലബനനിൽ ഇസ്രയേൽ ആക്രമണം തുടർന്നാൽ വീണ്ടും ആക്രമണം നടത്തുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തു. ഇതിന് മറുപടി നൽകിയ നെതന്യാഹു തങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ പുനരാരംഭിക്കാനാണ് ഭാവമെങ്കിൽ പൂർണ്ണ ശക്തിയോടെ തിരിച്ചടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. എന്തായാലും താൽക്കാലികമായിട്ടെങ്കിലും മേഖലയിൽ ആശ്വാസം പകരുന്ന റിപ്പോർട്ടാണിത്.